വളരെ നല്ല ഷോ. ഒന്നും പറയാനില്ല. ഇങ്ങനെ മോഹൻലാലിലെ ശോഭനെ ഒരുമിച്ച് കാണാൻ അടിപൊളിയല്ലേ. 15 വർഷത്തിന് ശേഷമാണ് ഈ കോമ്പോ വീണ്ടും പറഞ്ഞത് തന്നെ. അപ്പൊ അടിപൊളി പടം, ഒന്നും പറയില്ല. ലാസ്റ്റ് ഇച്ചിരി ഇതായി, പക്ഷെ കുഴപ്പമില്ല. അടിപൊളി പടം. അടിപൊളി പടം. കുറേ കാലം കൂടി കണ്ടതിൽ ഏറ്റവും ബെറ്റർ സിനിമ. ഞങ്ങളതിന് ബാക്കിക്ക് വേണ്ടി കാത്തിരിക്കണം. കുടുംബമായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമ. എങ്ങനെയുണ്ട് മോഹൻലാൽ പൊളിയല്ലേ, അടിപൊളി. മോഹൻലാൽ സൂപ്പർ, അടിപൊളി, നല്ല പിക്ചർ. കുറച്ച് നാളത്തേക്ക് ശേഷം ഫാമിലി പിക്ചർ കാണണം. നല്ല അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ടത്? അതായത് പഴയ മോഹൻലാൽ നമുക്ക് പറയാൻ പറ്റൂല. ആ ഒരു ഫീൽ, ആ മുഖത്തെ എക്സ്പ്രഷനൊക്കെ അദ്ദേഹത്തിൻ്റെ പഴയ ഒരു നമ്മളൊക്കെ ജനിച്ചു വളർന്ന ആ സമയത്തുള്ള സിനിമയാണ്. ഇപ്പം അതിനുശേഷം ഇപ്പോഴാണ് നല്ല സിനിമ. നേര് സിനിമയ്ക്ക് ശേഷമുള്ള മോഹൻലാലിന്റെ സൂപ്പർ പെർഫോമൻസ് ചിത്രമായിരുന്നു. എങ്ങനെ ഓവറോൾ പടം എങ്ങനെയുണ്ട്? സ്റ്റോറി നല്ല സ്റ്റോറിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ. പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടി. എല്ലാ ക്യാരക്ടറും നല്ലായിരുന്നു. മോഹൻലാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് വില്ലൻ? വില്ലൻ നല്ല രസമുണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അയാളുടെ അടുത്ത് തന്നെ നമുക്കൊരു ദേഷ്യം പോലെ തോന്നും. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടമായിരുന്നു. അത്യാവശ്യം നല്ലതായിരുന്നു. അത്യാവശ്യമല്ല, വളരെ നല്ലതായിരുന്നു. പിന്നെ ഒരു കൊടൂര വില്ലനായിരുന്നു. എങ്ങനെയുണ്ട് മോഹൻലാൽ? അടിപൊളി, പറയാൻ വയ്യ. അടിപൊളി മേക്കിംഗ് ആണെങ്കിലും വിഷ്വൽ ഓഡിയോ എല്ലാം അടിപൊളിയാണ്. പാട്ടിനെക്കാട്ടി അതിന്റെ സീൻസ് ആണ് ഓരോന്നും എടുത്ത് പറയണം. ആക്ഷൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് സിനിമ കാണുന്നത്. ഇനി റിവ്യൂവിന് ആവശ്യമുണ്ട്. ലോകം മുഴുവനും മലയാളികൾ എവിടെ എല്ലാവരും ഏറ്റെടുത്ത്. അതൊന്നും പറയാല്ല. മോഹൻലാൽ തുടരും. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? തുടരും കാണാനാണ് വന്നത്. അതെ, എങ്ങനെയുണ്ടായിരുന്നു മോഹൻലാലൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? മോഹൻലാലിൻ്റെ എല്ലാ സിനിമയും കണ്ടൊരു, അതായത് ഇത്രയും നാൾ മോഹൻലാലിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ ഡൗണാക്കി. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാനൊരു ഭയങ്കര മോഹൻലാൽ ഫാനാണ്. അപ്പം ഇത് നല്ലൊരു സിനിമ. കഥയായാലും ആക്ഷൻ ആയാലും ഫൈറ്റൊക്കെ ആയാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇല്ല, ഒരിക്കലും ഇനി ഇത് കണ്ടിട്ട് കുറ്റം പറയത്തില്ല. ഇത് കണ്ട് കുറ്റം പറയണമെങ്കിൽ അവർക്ക് സിനിമ ആസ്വദിക്കാൻ കഴിവില്ലാത്തവരായിരിക്കും ഇത് കണ്ടിട്ട് കുറ്റം പറയുന്നത്. സൂപ്പർ സിനിമ, സൂപ്പർ. ഏറ്റവും മോഹൻലാലിൻ്റെ ഏറ്റവും നല്ലൊരു സിനിമ. കുറേ വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് കിട്ടിയ ഒരു സിനിമയാണ്. സൂപ്പറാണ്, നല്ല ഇഷ്ടപ്പെട്ട്, നല്ല എൻജോയ് ചെയ്തു. നല്ല സിനിമ. ദൃശ്യത്തിനെക്കാളും കൊള്ളാം. കോമഡി ഉണ്ട്, കൊള്ളാം. നല്ല സിനിമയാണ്. സൂപ്പർ. നല്ല മൂവിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല സിനിമയായിരുന്നു. മോഹൻലാൽ അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. പഴയ ഒരു സിനിമകൾ കണ്ട ഒരു ഫീൽ കിട്ടി. ദൃശ്യം സിനിമയിലെ ഒരു ഇതാണ്. സൂപ്പർ. നന്നായിട്ടുണ്ട്. എല്ലാം ഞെട്ടിച്ചു.